പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി അടുത്ത 4 ആഴ്ച ടോൾ പിരിക്കരുതെന്ന് കോടതി ഉത്തരവിട്ടു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ആദ്യം ഈ ഗതാഗത കുരുക്ക് പരിഹരിച്ചിട്ട് മതി ഇനി ടോൾ പിരിക്കുന്നത് എന്ന നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കോടതി അതോടൊപ്പം നൽകിയിട്ടുള്ളത്? അത് ശ്രീജ, നേരത്തെ തന്നെ ഈ കേസ് പരിഗണിക്കുമ്പോൾ 3 ആഴ്ച സമയം വേണമെന്ന് ഈ ദേശീയപാത അതോറിറ്റി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. അന്ന് തന്നെ കോടതി പറഞ്ഞതാണ് 3 ആഴ്ചക്കുള്ളിൽ തീരുമാനമായെങ്കിൽ ഇടക്കാല ഉത്തരവുണ്ടാകും എന്ന് തന്നെ കോടതി പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതില് ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ ദേശീയപാത അതോറിറ്റി പരാജയമാണ് എന്ന് കണ്ടു തന്നെയാണ് ഇപ്പോൾ പാലിയേക്കരയിൽ ടോൾ ഇനി കൊടുക്കണ്ട, 4 ആഴ്ചത്തേക്ക് എന്തായാലും ടോൾ തടയണം, ടോൾ പിരിവ് നിർത്തലാക്കാൻ തന്നെയാണ് ഹൈക്കോടതി ഉത്തരവ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഇത് പ്രകാരം ഈ പാലിയേക്കരയിലൂടെയുള്ള യാത്രാകളിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കണം. അത് പ്രത്യേകിച്ച് അടിയന്തരമായ ദേശീയപാതകൾ ഗതാഗത യോഗ്യമാക്കി നൽകണമെന്ന് തന്നെയാണ് കോടതി ഉത്തരവ്. അതേസമയം അത് സാധിക്കാത്ത പക്ഷം അടിയന്തരമായി സർവീസ് റോഡുകളെങ്കിലും ഗതാഗത യോഗ്യമാക്കണം എന്നിവർ തന്നെയാണ്. അതേസമയം ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഗതാഗത കുരുക്കുള്ളതെന്നാണ്. അതുപോലെ ദേശീയപാത അതോറിറ്റിക്കായിട്ട് ഹാജരായ സോളിസിറ്റർ ജനറൽ കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്, അതായത് AR സുദേശനാണ് കോടതിയെ ഇത്തരത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഗതാഗതക്കുരുക്കുള്ളത്. ഇവിടെ സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണെന്നും പറഞ്ഞ സാഹചര്യത്തിലാണ് സർവീസ് റോഡുകൾ ഗതാഗത യോഗ്യമാണോ എന്ന് കോടതി ചോദിക്കുന്നത്. അതെങ്കിലും നേരാവണ്ണം ഗതാഗത യോഗ്യമാക്കി ആക്കേണ്ടുന്ന സാഹചര്യം നിലവിലില്ല എന്നും കോടതി ചോദിക്കുന്നുണ്ട്. ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണം എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുവരെ ഈ 4 ആഴ്ചത്തേക്ക് പാലിയേക്കരയിൽ ടോൾ പിരിവ് നടത്താനാകില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ശരി, ടോൾ പിരിക്കുന്നത് എന്തായാലും പാലിയേക്കരയിൽ താൽക്കാലികമായി ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. 4 ആഴ്ചത്തേക്കാണ് ഇത് തടഞ്ഞിരിക്കുന്നത്. ഗതാഗത കുരുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇങ്ങനൊരു കർശനമായ ഇടപെടലിലേക്ക് ഇപ്പോൾ കോടതി കടന്നിരിക്കുകയാണ്. ആജ്ഞ, ഈ പ്രദേശത്തെ സർവീസ് റോഡുകളുടെ നിലവിലെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഈ കോടതി നൽകിയ സമയം കൊണ്ട് അത് ഗതാഗത യോഗ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അതായത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ അതൊരു ഹർജിക്കാരുടെ ഒരു കോടതിയെ ബോധ്യപ്പെടുത്തിയതനുസരിച്ചിട്ട് ഗതാഗത കുരുക്കിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്ന് തന്നെയാണ് ഹർജിക്കാർ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 ആഴ്ച മുൻപ് തന്നെ ഇത് കേസ് പരിഗണിച്ചപ്പോൾ, 4 ആഴ്ച മുൻപ് കേസ് പരിഗണിച്ചപ്പോൾ 3 ആഴ്ചയ്ക്ക് ശേഷം ഇത് പരിഹരിക്കാമെന്ന് തന്നെയായിരുന്നു NHA കോടതി അറിയിച്ചിരുന്നത്. NHAക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഡീഷണൽ അറ്റോർണി ജനറൽ കോടതികൾ അറിയിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷേ അത് ഇതുവരെയും അതിൽ ഒരു വിരൽ തുമ്പ് പോലും ചലിപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം. അന്ന് തന്നെ കോടതി പറഞ്ഞത് ഇതിൽ ഇടക്കാല ഉത്തരവുണ്ടാകും ഈ അടിയന്തരമായി ഗതാഗത കുരുക്ക് പരിഹരിച്ചില്ലെങ്കിൽ എന്ന് തന്നെയാണ്. പക്ഷെ സർവീസ് റോഡുകളും ഗതാഗത യോഗ്യമല്ല എന്നുള്ള സാഹചര്യം തന്നെയാണ് വന്നിരിക്കുന്നത്. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ഷാജി കോടകണ്ടത്ത് തുടങ്ങിയവർ ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയാണ്. ഹർജിക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പോഴും ഗതാഗത കുരുക്ക് പരിഹരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഈ ഹർജികൾ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോഴാണ് മുൻപ് ഇപ്പോൾ ഉപഭോക്തൃ അവകാശ പ്രവർത്തകൻ കൂടിയായ ശ്രീ ഡിജോ കാപ്പൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, നമ്മൾ ടോൾ നൽകുന്നത് നമുക്ക് സുഗമമായി യാത്ര ചെയ്യാനാണ്, നല്ല റോഡുകൾ ഉറപ്പുവരുത്താനാണ്. പക്ഷേ ഇതിപ്പോൾ ടോൾ നൽകിയിട്ടും ഈ മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കൊക്കെ വരുമ്പോൾ കോടതിയുടെ ഈ ഇടപെടൽ അത്യാവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഇന്നത്തെ കോടതിയുടെ നിർദ്ദേശങ്ങൾ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, നമ്മളെ നാട്ടിലെ എക്സിക്യൂട്ടീവിന്റെ അടുത്തുനിന്ന് നീതി കിട്ടാതെ വരുമ്പോഴാണ് അറ്റ കൈക്ക് ആളുകളെ ജുഡീഷ്യറിയെ സമീപിക്കുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ വരെ ഇവർക്ക് ഡയറക്ഷൻ കൊടുത്തിരുന്നു. സർവീസ് റോഡുകള് അതുപോലെ തന്നെ മെയിൻ റോഡും സുഗമമായി യാത്ര സൗകര്യം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അവർക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചായിരിക്കും അവിടെയൊന്നും ആളുകൾ ഇതുപോലെ കോടതിയെ ഒന്നും സമീപിക്കാറില്ല. അപ്പൊ ഇങ്ങനെ കോടതി വിധി വരും എന്നുള്ള ഒരു ധാരണ അവർക്കില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും അവര് നടപടി പൂർത്തിയാക്കാത്തത്. ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളൊക്കെ വാഹനം നല്ല റോഡിൽ ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ല റോഡ് പണിത് തരുന്നിടത്ത് ടോൾ കൊടുക്കുന്നതിനും ആളുകൾക്ക് എതിർപ്പില്ല.
പക്ഷേ അതിനകത്ത് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പണ്ടൊക്കെ 1 വർഷത്തേനായിരുന്നു ടാക്സ് മേടിക്കുന്നത്. ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാതെ വന്നു കഴിയുമ്പോൾ ഗവൺമെന്റ് അത് 3 ഇപ്പൊ 15 വർഷത്തെ അഡ്വാൻസ് ടാക്സ് മേടിക്കുകയാണ്. അപ്പൊ 15 കൊല്ലത്തേന് റോഡ് നന്നായി കിടക്കുമെന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വാൻസ് ആയിട്ട് ഇത്രയും തുക സർക്കാരിലോട്ട് വാങ്ങി വെക്കുന്നത്. അങ്ങനെ വാങ്ങി വെച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റുകൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുകൾ യഥാപോലെ റോഡ് നന്നാക്കാതെ വരുമ്പോഴാണ് ജനരോഷം ഉണ്ടാകുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ അടിക്കുമ്പോഴും ഡീസൽ അടിക്കുമ്പോഴും 5 രൂപ മുതൽ 6 രൂപ വരെ റോഡ് സെസ് എന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് റോഡ് പണിയുന്ന കമ്പനികൾക്ക് ഈ ഇത്ര ഭീമമായ തുക 60 മുതൽ 100, 110 രൂപ വരെയാണ് ഒരു സ്ട്രെച്ചിന് നമ്മൾ കൊടുക്കുന്നത്. അത്രയും പണം കൊടുക്കുമ്പം സ്വാഭാവികമായും അതിനുള്ള ഫെസിലിറ്റി കൊടുക്കാൻ അവർ നിർബന്ധിതരാ. ഇതൊന്നുമില്ല. റോഡ് ഇപ്പൊ തന്നെ കോൺട്രാക്ടർ പറയുന്നു അവർക്ക് ഇനിയും കുറച്ചു കാലം കൂടെ വേണം റോഡ് നന്നാക്കാൻ. എന്ന് പറഞ്ഞാൽ റോഡ് നന്നാക്കി പണി പൂർത്തിയായി കഴിഞ്ഞാൽ ടോൾ പിരിക്കാൻ പാടുള്ളൂ എന്ന് അവർ തന്നെ സമ്മതിക്കുവാണല്ലോ. ഇപ്പൊ നമ്മളെ ഒരു പുതിയ ഭവനം പണിയാൻ ഒരു കോൺട്രാക്ടർക്ക് പണിക്ക് കെട്ടിടത്തിന്റെ പണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കയറി താമസിക്കുന്നത് അവിടുത്തെ ഇലക്ട്രിക് വയറിങ് പ്ലംബിംഗ് ഉൾപ്പെടെ വൈദ്യുതി ഉൾപ്പെടെ അവിടെ പൂർത്തിയായി കഴിയുമ്പോഴേ അവിടെ ആളുകൾ കയറി താമസിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഗതാഗത യോഗ്യമായി പൂർണ്ണമായി ആക്കി കഴിയുമ്പോഴേ ആ റോഡിൽ നിന്ന് ടോൾ പിരിക്കാൻ ഈ കമ്പനിക്ക് അവകാശമുള്ളൂ. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ ഉറപ്പ് അല്ലെങ്കിൽ കോടതിയിൽ ആവശ്യപ്പെട്ടത് തന്നെ റോഡ് പണി പൂർത്തിയായിട്ടില്ലെന്നുള്ളതാ. അപ്പം അതുകൊണ്ട് ഈ കമ്പനിക്ക് ഈ റോഡിൽ നിന്ന് ഇതുവരെ എത്ര കോടി രൂപ ടോൾ ഇനത്തിൽ പിരിവ് കിട്ടി? കണക്ക് പരിശോധിക്കുന്നതും കൗതുകരമായിരിക്കും തോന്നുന്നു. കാരണം ഇത് എത്രയോ കാലമായി ഇതിങ്ങനെ പിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ കാലമായി ഇതേ രീതിയിൽ നമ്മൾ അവിടെ കുടുങ്ങാനും തുടങ്ങിയിട്ട് അതിൽ മാത്രം ഒരു മാറ്റവുമില്ല. അതെ, മട്ടാഞ്ചേരി പാലത്തിൽ ഒരിക്കൽ കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് 3 മടങ്ങാണ് അവിടെ പണം പിരിച്ചത്. 3 മടങ്ങ്. ഞാൻ പറഞ്ഞത് പണം മുടക്കുന്നവർക്ക് അതിന്റെ പലിശയും ലാഭവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇല്ലാതെ ആരും വന്ന് കോൺട്രാക്ടർ എടുക്കുകയില്ല. ഒക്കെ കൊടുത്തോട്ടെ, ഒരു ന്യായമായ ലാഭവും ആ കമ്പനിക്ക് കൊടുത്തോട്ടെ. പക്ഷേ എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അതിലെ കടന്നു പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ടോൾ പിരിക്കാനായിട്ട് ഉള്ള ഒരു നടപടി ഉണ്ടാവരുത്. അതുകൊണ്ട് ഇതൊരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു പാലന ആവശ്യപ്പെടുന്നു. ദേശീയപാത അതോറിറ്റി ആയതുകൊണ്ട് ഇതിന്റെ ഒരു അവസാന വാക്ക് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ പറയേണ്ടത്. ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ജൂണിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി വാർണിംഗ് നൽകിയതാണ്. റോഡ് ശരിയാക്കാതെയുള്ള ഈ ടോൾ പിരിവ് നടക്കില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. ഇന്നെത്തുമ്പോഴും പ്രത്യേകിച്ച് യാതൊരു മാറ്റവും അവിടെ ആ റോഡിൽ ഉണ്ടായിട്ടില്ല. ബ്ലോക്കിന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ പൈസ യഥാവിധി പിരിക്കുന്നതുമുണ്ട്. കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വളരെയേറെ സന്തോഷവാനാണ്. വിധിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യം ലക്ഷക്കണക്കിന് യാത്രക്കാർക്കൊരു ചെറിയ ഒരു ആശ്വാസമാണ് ടോൾ പിരിവില്ലാതെ യാത്ര ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഗതാഗതക്കുരുക്ക് മാറുന്നില്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, ഒറിജിനൽ എഗ്രിമെന്റും പ്രകാരം 2011 പണി തീർക്കേണ്ട ഈ റോഡ് 2025 യാതൊരുവിധ പണിക്കും ഒരു പ്രോഗ്രസും ഇല്ലാതെ, സർവീസ് റോഡുകളില്ലാതെ, അണ്ടർപാസസ് ഇല്ലാതെ, ടോട്ടലി അതിനകത്ത് എഗ്രിമെന്റ് വ്യവസ്ഥകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു പാതയാണിത്. ഇപ്പൊ ഡിജോ കാപ്പൻ പറഞ്ഞെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. ഇപ്പൊ മട്ടാഞ്ചേരി പാലം 100% പണി പൂർത്തീകരിച്ചിട്ടാണ് അവര് ടോൾ പിരിച്ചതും. പക്ഷെ ടോളിന്റെ കാലാവധി പല പ്രാവശ്യം മാറ്റി വെച്ചു. ആരും തന്നെ അന്വേഷിച്ചില്ല. പക്ഷെ ഇത് പണി 60% മാത്രം പൂർത്തീകരിച്ചിട്ട് പിരിവ് തുടങ്ങുകയും അന്നത്തെ വ്യവസ്ഥ, അതായത് 6 മാസം കൊണ്ട് എല്ലാ വർക്കും തീർക്കാവുന്ന ഒരു എഗ്രിമെന്റ്, സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ്